ആരുമില്ല ഇവിടെ. അമ്മയുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. വാ, അകത്തേക്ക് വാ. വേണ്ട, ഞാനിവിടെ താമസിക്കാൻ വന്നൊന്നുമല്ല. ഇനി മുറ്റത്ത് കാല് ചവിട്ടില്ല എന്ന് തീരുമാനിച്ചാ ഞാൻ ഈ പടി ഇറങ്ങിയത്. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞേക്ക് ഭർത്താവിനോട്. എന്താ നീ പറഞ്ഞേ? ഭർത്താവോ? എന്റെ ഭർത്താവ് നിന്റെ ആരാടാ? ഇപ്പൊ എന്ത് ദ്രോഹം നിന്നോട് അങ്ങനെ ചെയ്തത്? ഓരോരുത്തരുടെ കൈയും കാലും പിടിച്ചിട്ടാ ഞാനൊരു ജോലി ശരിയാക്കിയത്. അത് തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞു ഇവിടുത്തെ മഹാൻ. തോറ്റുമടുത്ത് കാൽച്ചോട്ടിൽ വരുത്താനേ മോഹമെങ്കിൽ അത് വ്യാമോഹമാണെന്ന് പറഞ്ഞേക്ക് അയാളോട്. ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്. അത് കഴിഞ്ഞ പിന്നെ സ്വന്തം എന്തും നോക്കില്ല ഞാൻ. നീ എന്ത് നോക്കില്ലെന്നാടാ? തല്ലു കൊല്ലു നിന്റെ അച്ഛനെ. എന്നാ കൊന്നരടാ? എന്നും അന്ത്യത്തിരി കത്തിക്കുമ്പോ എന്റെ മോൻ തിരിച്ചു വരണേ നുള്ളൊരുക്കി പ്രാർത്ഥിക്കായിരുന്നു ഞാൻ. ഇനി നീ വരണ്ട, എനിക്ക് നിന്നെ കാണാൻ വേണ്ട. പൊയ്ക്കോ, എന്റെ മുമ്പിൽ നിന്ന്. എന്താണ് നിന്റെ അമ്മയുടെ മുഖം വീർത്ത് കെട്ടിയിരിക്കുന്നത്? അമ്മ എത്ര നേരം കരയായിരുന്നു. എന്തിന്? എന്തിനാ ശാരദ? ഒന്നുമില്ല. കുട്ടേട്ടൻ വന്നിരുന്നു. ഓ, വന്നിരുന്നോ? അച്ഛനെ കുറെ ചീത്തയും പറഞ്ഞു. ആ, എന്നെ അല്ലാതെ പിന്നെ ആരെയും ചീത്ത പറയും? പറയട്ടെ. കൊത്തിയും കളിച്ചും വളർത്തി വലുതാക്കിയതല്ലേ, കൊത്തി തീരോളം പറയട്ടെ. ഈ മുറ്റത്ത് കാല് ചവിട്ടിയില്ല അവൻ, അറിയോ? ഓ, ആ വിഷമം തീർക്കാനാ നീ കരഞ്ഞ? അല്ല, അവന്റെ വിഷമം ഓർത്ത. സഹായിച്ചില്ലെങ്കിലും സ്വന്തം ജോലി ദ്രോഹിക്കാതിരുന്നോടെ. എന്തിനാ അവന്റെ ജോലി ഇല്ലാതാക്കിയേ? ഇപ്പൊ അവൻ ആ ജോലി കിട്ടിയ ഒരു കമ്പനി ശിപായിയുടെ കുപ്പായത്തിൽ ഒതുങ്ങും അവന്റെ ജീവിതം. വെറും ഒരു ശിപായി പണിക്ക് വിടാനല്ല അവനെ ഞാൻ വളർത്തിയത്. വളർത്തിയത് എന്തിനാണെങ്കിലും അവൻ ഈ മുറ്റത്ത് കാല് കുത്താണ്ടാക്കിയില്ലേ? നീ സമാനപ്പെട്. അവൻ പിച്ച വെച്ച് നടക്കാൻ ശീലിച്ച മുറ്റമായത്. ഓടി ഓടി മടുക്കുമ്പോ ഈ മുറ്റത്ത് തന്നെ മടങ്ങി വരും. എന്നാലും എന്റെ ഓമനക്കുട്ട, എവിടെയാ എന്താന്നൊന്നും ഒരു വിവരവും അറിയാതെ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. അന്വേഷിക്കാൻ ഇനി സ്ഥലമില്ല. എന്താ ചെയ്യേണ്ടെന്ന് രൂപമില്ലാതിരിക്കുമ്പോഴാ കത്ത് വന്നത്. ഏട്ടത്തിയോടെ ഈ വിവരം പറയാൻ പറ്റൂ? അറിഞ്ഞാൽ ആദ്യം പിടിച്ച് വലിവ് കൂടില്ലേ? ആ, അപ്പൊ എങ്ങനെയാ മാറുവിന്റെ കാര്യം? കടിഞ്ഞൂൽ പ്രസവം പെൺവീട്ടില. എപ്പോഴാ ഇവളെ കൊണ്ടുവരാൻ വരേണ്ടത്? അല്ല, അത് മാലുവിനെ അങ്ങോട്ട് വിടുന്ന കാര്യം എനിക്ക്. ആദ്യ പ്രസവം പെൺവീട്ടുകാരുടെ അവകാശമാ. അത് ഞങ്ങൾക്ക് വിട്ടു തരണം കുട്ടാ. കുഞ്ഞമ്മാവൻ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാ. ഇനിയും മാലുവിനെ പിരിഞ്ഞിരിക്കാന്ന് പറഞ്ഞ പ്രസവം അവിടെ ആക്കുന്നതല്ലേ നല്ലത്. ഇവിടെ കുട്ടേട്ടന് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എല്ലാറ്റിനും ഒരു കൈ സഹായം ഇല്ലാതെ എങ്ങനെയാ? അതിപ്പോ ഓമനക്കുട്ടൻ പറയുന്നതിലും കാര്യമുണ്ട് മോളെ. ഇവന്റെ മനോവിഷവും നമ്മൾ മനസ്സിലാക്കണ്ടേ. അവിടെയാണെങ്കിൽ അച്ചൂട്ടി ആകെ ഇളകിയിരിക്കുക. ഉത്സവത്തിന് വന്നൊരു ആനയുടെ വലമേ തൂങ്ങി അവൻ കാട്ടിയ പുകില്. ഓ, ഈ വയറ്റുമേലെങ്ങാൻ അവൻ തട്ടുവോ മുട്ടുവോ ചെയ്താൽ എന്റെ ദേവി, ഒരു കണക്കിന് പറഞ്ഞാൽ പ്രസവം ഇവിടെ ആക്കുന്നത് തന്നെയാ നല്ലത്. ആ ഓണം കേറാമൂലേക്കാൾ നല്ല ആശുപത്രിയും ഡാക്ടർമാരും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് അവരവരുടെ സൗകര്യത്തിലാ കാര്യങ്ങള്. ആചാരവും മര്യാദയൊക്കെ അങ്ങനെ കിടക്കും. അപ്പോ അത് അങ്ങനെ തന്നെ അങ്ങോട്ട് ഉറപ്പിക്കുക. പ്രസവത്തിന്റെ സമയത്ത് ഞങ്ങളൊക്കെ ഇങ്ങോട്ട് വരില്ലേ? പേടിക്കണ്ട, കുഞ്ഞുമാമി ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ അങ്ങോട്ട് വരില്ല. അയ്യോ, ഞാനതല്ല ഉദ്ദേശിച്ചത്. മനസ്സിലായി. ആ, എന്നാ സമയം കളയാനില്ല, ഞാനിങ്ങനെ ഇറങ്ങിയ. സാർ. വാട്ട് മാൻ? എനിക്ക് കുറച്ച് രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. ഒരു 5000 രൂപ. ഞാൻ പണിയെടുത്ത് വീട്ടിൽ സാർ. ഏത് പാതിരാത്രി വരെ വേണമെങ്കിലും ഓവർ ടൈം നിൽക്കാം സാർ. തന്നെ ഞാൻ ഇവിടെ പെർമനന്റ് ആക്കണമെന്ന് തന്നെ തീരുമാനിച്ചിട്ടില്ല. പിന്നെയാണ് ഓവർ ടൈം. ലുക്ക് ഓമനക്കുട്ടൻ, ലോൺ കൊടുക്കുന്ന ഏർപ്പാടേ എനിക്കില്ല. ചെയ്യുന്ന ജോലിക്ക് ശമ്പളം അങ്ങ് തരും. നോ ബോണസ്, നോ ലോൺ, നോ ഗ്രാറ്റുവിറ്റി, നോ പെൻഷൻ. യു ഗോ. ഓക്കെ നാൻസി ഡാർലിംഗ്. എവിടെയായിരുന്നു ഇതുവരെ? അത് 1-2 സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. എന്താ മുഖത്തൊരു വാട്ടം? കാശ് കിട്ടിയില്ലേ? ഇല്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്ത് ചെയ്തിട്ടായാലും കാശുണ്ടാക്കിയേ പറ്റൂ. വിഷമിക്കണ്ട, ഒക്കേത്തിന് ഈശ്വരൻ ഒരു വഴി കാണിച്ചു തരും.
കാണിച്ചെന്നാ മതി. ആ കമ്പനിയില് ജോലി കിട്ടുമെന്ന് കരുതി വേറെ എവിടെയും ട്രൈ ചെയ്യാതിരുന്നത് വളരെ മണ്ടത്തിലായി പോയി. ആ റോസാരിയുടെ വീട്ടിലെ വരവുകൊണ്ട് മാത്രം കാര്യങ്ങളൊന്നും നടക്കില്ല. പിന്നെ എന്ത് ചെയ്യാൻ പോണു? ആകാശത്തിന് കീഴെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോലികളുണ്ട്. അതൊക്കെ ഞാൻ ചെയ്യും. അച്ഛൻ നശിപ്പിക്കാൻ പറഞ്ഞ നമ്മുടെ മോനെ നമുക്ക് അന്തസ്സായിട്ട് വളർത്തണ്ടേ? നമുക്ക് ആരും വേണ്ട. ഞാനും നീയും നമ്മുടെ മോന് മാത്രം മതി. ഈ ഉറുമ്പുകള് മഴക്കാലത്ത് ഭക്ഷണം കൂട്ടിയൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ നാളെ മുതൽ നമ്മളും നമ്മുടെ മോന് വേണ്ടി പണം ചേർത്ത് വയ്ക്കും. അങ്ങനെ നമ്മൾ ഉറുമ്പുകളാവും. മാലു ഉറുമ്പും കുട്ടനുറുമ്പും. എത്ര രൂപ ഉണ്ടായിരുന്നു? 5000. പൈസ പോയ വിവരം നിങ്ങൾ ഇന്നാണോ അറിഞ്ഞത്? യെസ് സർ. 2 ദിവസമായിട്ട് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഓ, അപ്പൊ വൈഫോ? അവള് ഡെലിവറിക്കായിട്ട് അവിടെ വീട്ടിൽ പോയിരിക്കുക. ഓ, ജോലിക്കാർ എത്ര പേരുണ്ട് ഇവിടെ? 3 പേര്. ഇവൻ രാമു, അതർ ഫെലോ 1 ഓമനക്കുട്ടൻ, പിന്നെ 1 സെർവൻ ഗേൾ. അവളിപ്പോ എന്റെ വൈഫിന്റെ കൂടെയാണ്. ഈ പോയ പാർട്ടി എങ്ങനെയാ? ഓ, അവൻ കുറെ കൊല്ലമായിട്ട് എന്റെ കൂടെയാ. വിശ്വസനാണ് സർ. ഈ മിസ്റ്റർ ഓമനക്കുട്ടൻ വന്നിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. സം മന്ത്സ് ബാക്ക് അയാൾ എന്റെ അടുത്ത് 5000 rupees കടം ചോദിച്ചിരുന്നു. അല്ല, ഞാൻ കൊടുത്തില്ല. പണം ഇവിടെ തന്നെയാ വെക്കുന്നതെന്ന് അവന് കൃത്യമായിട്ട് അറിയാമല്ലോ. Yes, I always keep the money there and he knows. ഡോണ്ട് വറി മിസ്റ്റർ റൊസാരിയോ, പണം നമുക്ക് വീണ്ടെടുക്കാം. മതി മതി മതി. കുറച്ചുകൂടെ കഴിക്കേ. ഇപ്പൊ തന്നെ നേരം വൈകി. സെക്രട്ടറി പാർട്ടി ഓഫീസിൽ നിന്ന് പോണതിന് അങ്ങോട്ട് എത്തണം. സമ്മേളനത്തിലുള്ള ബാനറിന്റെ പോസ്റ്റിന്റെ ഓർഡർ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രസവം എനിക്കൊരു പ്രശ്നമല്ല. അതിന് പ്രസവിക്കണത് ഞാനല്ലേ? ഓ, നീയാണ് പ്രസവിക്കണത്? ആരടാ ഓമനക്കുട്ടൻ? ഞാനാ. ഇവളേതാ? എന്റെ ഭാര്യ. എന്താണ് ഒരു പരിങ്ങല്? ഭാര്യയാണെന്ന് പറയാൻ 2 വട്ടം ആലോചിക്കണോ? എത്ര നാളാണ് ഇവിടെ കൂടിയിട്ട്? കുറച്ചാലായി. എന്താണ് നിന്റെ ജോലി? പെയിന്റിംഗ് ആർട്ടിസ്റ്റാ. എവിടെ? ഇവിടെ റൊസാരി ആർട്സില്. നിനക്കിപ്പോ കാശിന് എന്താ അത്ര അത്യാവശ്യം? അത് പിന്നെ എന്താ സാർ? നീ റൊസാരിയോട് പണം ചോദിച്ചിരുന്നോ? ഉവ്വ്. എന്നിട്ട് ആൾ കാശ് തന്നോ? ഇല്ല. ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ നീ കയറി മോട്ടിക്കോളാം. പട്ടി കഴിവാ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ സാർ? കാണിച്ചു കൊടുക്കണം പട്ടി. സത്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മോഷ്ടിച്ചിട്ടില്ല സാർ. നീ സത്യം പറയണ്ട, ഞാൻ പറയാം. ഞാൻ എടുത്തിട്ടില്ല. സത്യമായിട്ട് ഒന്നും എടുത്തിട്ടില്ല സാർ. എന്നൊന്നും ചെയ്യരുത്. എന്താണത്? സാർ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശാ. അധ്വാനിച്ചുണ്ടാക്കിയ കാശ് ഇങ്ങനെ പുസ്തകം തുറന്നാണ് വെക്കുന്നത്. അവന്റെ ഒരു പുതിയ ടെക്നിക്ക്.